ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര വേഗം വരുമെന്നുരച്ച പ്രാണനാഥൻ വേഗം വന്നിടുമേ വേഗം വരുമെന്നുരച്ച പ്രാണനാഥൻ വേഗം വന്നിടുമേ മൊഴിനേരം തന്നിൽ ധ്വനിക്കും കാഹളം അക്ഷരം നിദ്ര വിട്ടുണരും വിശുദ്ധൻ മൊഴിനേരം തന്നിൽ ധ്വനിക്കും കാഹളം അക്ഷരം നിദ്ര വിട്ടുണരും വിശുദ്ധൻ ഉന്നത ജീവനെയാണ്ടു പോയിടും വാനമേഘത്തിൽ ഉന്നത ജീവനെയാണ്ടു പോയിടും വാനമേഘത്തിൽ പ്രതിമയെ ധരിച്ചു അനന്ത കോടി യുഗങ്ങളിൽ ആനന്ദം പാടി വാഴ്ത്തുവാൻ വന്നെന്നെ കൊണ്ടുപോകുവാൻ അച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ വന്നെന്നെ കൊണ്ടുപോകുവാൻ അച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ രാജരാജ പ്രതിമയെ ധരിച്ചു അനന്ത കോടി യുഗങ്ങളിൽ ആനന്ദം പാടി വാഴ്ത്തുവാൻ വന്നെന്നെ കൊണ്ടുപോകുവാൻ അച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ വന്നെന്നെ കൊണ്ടുപോകുവാൻ അച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ അന്ത്യനാൾ സമീപിക്കും വിശ്വാസത്യാഗം സംഭവിക്കും അന്ത്യനാൾ സമീപിക്കും വിശ്വാസത്യാഗം സംഭവിക്കും സ്നേഹം കുറഞ്ഞിടും സേവ ചെയ്യുവാനവർ ശക്തരാകില്ലവർ ലജ്ജിതരായിടും സ്നേഹം കുറഞ്ഞിടും സേവ ചെയ്യുവാനവർ ശക്തരാകില്ലവർ ലജ്ജിതരായിടും പാപത്തെ ഏറ്റുപറകാം സ്നേഹിത കർത്തൻ വന്നിടുമേ പാപത്തെ ഏറ്റുപറകാം സ്നേഹിത കർത്തൻ വന്നിടുമേ രാജരാജ പ്രതിമയെ ധരിച്ചു അനന്ത കോടി യുഗങ്ങളിൽ ആനന്ദം പാടി വാഴ്ത്തുവാൻ വന്നെന്നെ കൊണ്ടുപോകുവാൻ അച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ വന്നെന്നെ കൊണ്ടുപോകുവാൻ അച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ താരൻ തുടയ്ക്കും നമ്മുടെ കണ്ണുകളിൽ നിന്നു കണ്ണുനീർ തുള്ളികളെ താരൻ തുടയ്ക്കും നമ്മുടെ കണ്ണുകളിൽ നിന്നു കണ്ണുനീർ തുള്ളികളെ സ്വർഗസിയോൻ മാളികമേടയിൽ ദീർഘയുഗം വസിച്ചാനന്ദം പാടുവാൻ സ്വർഗസിയോൻ മാളികമേടയിൽ ദീർഘയുഗം വസിച്ചാനന്ദം പാടുവാൻ വന്നെന്നെ കൊണ്ടുപോകുവാൻ അച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ വന്നെന്നെ കൊണ്ടുപോകുവാൻ അച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ രാജരാജ പ്രതിമയെ ധരിച്ചു അനന്ത കോടി യുഗങ്ങളിൽ ആനന്ദം പാടി വാഴ്ത്തുവാൻ വന്നെന്നെ കൊണ്ടുപോകുവാൻ അച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ വന്നെന്നെ കൊണ്ടുപോകുവാൻ അച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ തങ്കത്തെരുവിധി കണ്ടാനന്ദിപ്പാൻ കൊതിക്കുന്നെന്നുള്ളം തങ്കത്തെരുവിധി കണ്ടാനന്ദിപ്പാൻ കൊതിക്കുന്നെന്നുള്ളം മുമ്മുതു ഗോപുരം ദിക്കുനാലിങ്കലും മധ്യത്തിൽ മന്ദിരം സർവരത്നങ്ങളാൽ മുമ്മുതു ഗോപുരം ദിക്കുനാലിങ്കലും മധ്യത്തിൽ മന്ദിരം സർവരത്നങ്ങളാൽ ദീർഘയുഗായുഗങ്ങളാൽ വാണിടാം പ്രിയനുമായതിൽ ദീർഘയുഗായുഗങ്ങളാൽ വാണിടാം പ്രിയനുമായതിൽ രാജരാജ
പ്രതിമയെ ധരിച്ചു. ആനന്ദ കോടിയുഗങ്ങളിൽ ആനന്ദം പാടി വാഴ്ത്തുവാൻ വന്നെന്നെ കൊണ്ടുപോകുവാൻ അച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ. വന്നെന്നെ കൊണ്ടുപോകുവാൻ അച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ. മഹത്വ രാജരാജ പ്രതിമയെ ധരിച്ചു. ആനന്ദ കോടിയുഗങ്ങളിൽ ആനന്ദം പാടി വാഴ്ത്തുവാൻ വന്നെന്നെ കൊണ്ടുപോകുവാൻ അച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ. 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 ത്രിയേക ദൈവത്തിൻ്റെ സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരും ദൈവസ്നേഹത്താൽ ആകർഷിക്കപ്പെട്ടവരുമായ ദൈവജനത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ ഹെരോദ രാജാവിനോടൊരു ചോദ്യം ചോദിച്ചു. നാം വായിക്കുന്നത് എങ്ങനെയാണ്? യഹൂദന്മാരുടെ രാജാവായി പറഞ്ഞവനെവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ട് ഞങ്ങൾ അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു. അവർ വാനശാസ്ത്രജ്ഞന്മാരാണ്. അവരെത്ര പേരാണ് എന്നോട് വേദോസ്തിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയും ഒരു 3 പേരാണ്. ആ 3 ശാസ്ത്രജ്ഞന്മാരും അവർ ഒരു പുതിയ നക്ഷത്രം കണ്ടു. അവൻ്റെ നക്ഷത്രമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ്റെ നക്ഷത്രം അത് ഞങ്ങൾ കണ്ടിരിക്കുന്നു. 3 ശാസ്ത്രജ്ഞന്മാരാണത് കണ്ടത്. ആ 3 പേർക്കും 3 കാഴ്ചപ്പാടാണ് ഉണ്ടായത്. ഒരാൾ കണ്ടു അവൻ യഹൂദന്മാരുടെ രാജാവാണ്, രാജാതി രാജാവാണ് എന്ന് കണ്ടു. 2-ാമത്തെ ശാസ്ത്രജ്ഞൻ അവൻ പ്രവാചക ശ്രേഷ്ഠനാണെന്ന് കണ്ടു. 3-ാമത്തെ ശാസ്ത്രജ്ഞൻ അവൻ പുരോഹിതന്മാരുടെ പുരോഹിതനാണ്, മഹാപുരോഹിതനാണെന്ന് കണ്ടു. അവരെല്ലാം ആ ശ്രേഷ്ഠനായ വ്യക്തിയെ കാണാൻ വേണ്ടി അവരുടെ നിക്ഷേപപാത്രങ്ങളിൽ അവരുടെ നിക്ഷേപങ്ങൾ നിറച്ചു. രാജാവായി കണ്ട ശാസ്ത്രജ്ഞൻ പൊന്നെടുത്തു, പ്രവാചകനായി കണ്ടവൻ മൂരെടുത്തു, പുരോഹിതനായി കണ്ടവൻ കുന്തിരിക്കമെടുത്തു. എങ്ങനെയോ അവർ 3 പേരും ഒന്നിച്ചു. അവർ ഒന്നിച്ചാണ് യാത്ര ചെയ്തു പോരുന്നത്. അവരെ 3 പേരും ഒന്നിച്ച് യെരുശലേമിലെത്തി. അവർ പറഞ്ഞത് കേട്ടപ്പോൾ ഹെരോദാവ് ഭ്രമിച്ചു. കാരണം ഇസ്രായേലിൻ്റെ രാജാവായി യെരുശലേമിൽ വാഴുന്ന ഹെരോദ രാജാവാണ്. ഇവിടെ വേറൊരു രാജാവോ? രാജാവ് ഇഷ്ടപ്പെട്ടില്ല, ഹെരോദാവ് ഇഷ്ടപ്പെട്ടില്ല. ഹെരോദാവ് പറഞ്ഞു, അങ്ങനെ ഒരു കാര്യമുണ്ടോ? രാജാവിനെ അറിഞ്ഞുകൂടാ. പക്ഷെ രാജാവ് അവിടെയുള്ളതായ ശാസ്ത്രിമാരെയും പരീശന്മാരെയും വിദ്വാൻമാരെയും എല്ലാം വിളിച്ചു കൂട്ടി. അങ്ങനെ ഒരു രാജാവ് പിറക്കുമോ ചോദിച്ചു. അവർ പറഞ്ഞു, ശരിയാണ്. മീഖാപ്രവാചൻ്റെ പുസ്തകം യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുമ്പ് മീഖാപ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട്. 5-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യം. നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദാശാസ്ത്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവൻ്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. ഇസ്രായേലിൻ്റെ അധിപതിയായവൻ ബേത്ലഹേം എഫ്രാത്തെ നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. യേശു ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുൻപ് മീഖാപ്രവാചകൻ പ്രവചിച്ചു ബേത്ലഹേമിലാണ് യേശു ക്രിസ്തു ജനിക്കുന്നതെന്ന്. മീഖാപ്രവാചകൻ്റെ പുസ്തകം അറിയാവുന്ന ശാസ്ത്രിമാരെ പറഞ്ഞു കൊടുത്തു രാജാവിനോട്. രാജാവ് ബേത്ലഹേമിലാണ് യേശു ജനിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. സ്തോത്രം. സംഖ്യാപുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പ്രവാചകനായ ബിലെയാം പറയുന്നുണ്ട്, യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് 1400 വർഷങ്ങൾക്ക് മുൻപ് ബിലെയാം പറഞ്ഞതാണ്, യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും. ഏതാണ് ആ നക്ഷത്രം? ആ നക്ഷത്രം കർത്താവായ യേശുക്രിസ്തുവാണ്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 16-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു താൻ ആരാണ് എന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. എന്താണ് കർത്താവ് പറഞ്ഞത്? ഞാൻ ദാവീദിൻ്റെ പേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമാകുന്നു. പ്രിയപ്പെട്ടവരെ, ആ നക്ഷത്രമാണ് വിദ്വാൻമാർ ശാസ്ത്രജ്ഞന്മാർ കണ്ടത്. സ്തോത്രം. സഹോദര, നിൻ്റെ തലയ്ക്ക് മുകളിലും ആ നക്ഷത്രം എന്ന് നിൽക്കുന്നുണ്ട്. നിന്നെ പ്രകാശിപ്പിക്കുവാൻ, സ്തോത്രം, നിന്നെ ആരാധനയുള്ളവനാക്കുവാൻ, ആ ദൈവത്തിൻ്റെ പൈതലാക്കി നിന്നെ തീർക്കുവാൻ അവൻ നിൻ്റെ തലയ്ക്ക് മുകളിൽ വന്ന് ഉയർന്നു നിൽക്കുന്നുണ്ട്. അവൻ തന്നെ ഓമനപ്പറച്ചിൽ വിളിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നു,
നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. വിദ്വാൻമാരാണ്, ശാസ്ത്രജ്ഞന്മാരാണ്, അവരെ കിഴക്ക് നക്ഷത്രം കണ്ടതാണ്. കർത്താവായ യേശുക്രിസ്തുവിന് നക്ഷത്രം കണ്ട ഒരു യാത്ര പുറപ്പെട്ടതാണ്. അവർ ദീർഘദൂരം യാത്ര ചെയ്തു. അവർ യെരുശലേമിലെത്തി. മാനസികമായ ഒരു ചിന്ത അവരുടെ വന്നു. യഹൂദന്മാരുടെ രാജാവ് പിറക്കേണ്ടത് രാജകൊട്ടാരത്തിലല്ലേ? അത്രയും ചിന്തിച്ചു പോയി. ഒരലസത വന്നുപോയി, ഒരു ചെറിയ ചിന്ത വന്നുപോയി. സ്വാഭാവികമായി ആ ചിന്ത വന്നതുകൊണ്ട് ആരെങ്കിലും ഒരാളായിരിക്കും അഭിപ്രായം പറഞ്ഞത്. അവരെ വഴി നടത്തിയ നക്ഷത്രം, അവരെ കണ്ടുകൊണ്ട് ആ കൊട്ടാരത്തിൻ്റെ വാതിൽ വരെയും വന്ന നക്ഷത്രം വെയിറ്റ് ചെയ്യുകയാണ്, കാത്തു നിൽക്കുകയാണ്. അവർ കൊട്ടാരത്തിലേക്ക് കയറിപ്പോയി. പ്രിയപ്പെട്ടവർ, നക്ഷത്രം കണ്ടുകൊണ്ട് യാത്ര പുറപ്പെട്ട അനേക ക്രിസ്ത്യാനികൾ ഇന്ന് മിസ്രയീം കൊട്ടാരത്തിലാണ്, അനേകർ ദലീലയുടെ മടിയിലാണ്, അനേകർ യോനയെപ്പോലെ കപ്പലിൻ്റെ അടിത്തട്ട് ഇറങ്ങിക്കിടന്ന് ഉറങ്ങുകയാണ്. നിനവയിലേക്ക് പോകേണ്ടതിന് പകരം തർശീസിലേക്ക് ടിക്കറ്റ് എടുത്ത് കപ്പലിൻ്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് ഉറങ്ങുകയാണ് അനേകർ. അനേകർ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് ചിന്തയില്ല ജീവിക്കുകയാണ്. ആ നക്ഷത്രം അവർക്ക് വേണ്ടി കാത്തു നിന്നു. അവർ യെരുശലേമിലേക്ക് കയറിപ്പോയി രാജാവിൻ്റെ ആതിഥ്യം സ്വീകരിച്ചു. രാജാവിനെ സൽക്കരിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ആ സമയത്തെല്ലാം നക്ഷത്രം അവർക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു. സഹോദര, നീ പാപത്തിലേക്ക് കൂടിയിട്ട് പോകുമ്പോൾ, നിൻ്റെ സ്വന്തം വഴികളിലേക്ക് തിരിയുമ്പോൾ, നീ ഒരിക്കൽ സ്വീകരിച്ച കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ നിനക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു. അവൻ്റെ ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ഇറക്കി വിട്ടാലും അവൻ വെളിയിൽ നിൽക്കുകയാണ് നിനക്ക് വേണ്ടി, നിൻ്റെ മടങ്ങിവരവിന് വേണ്ടി. അവർ മടങ്ങി വന്നു. രാജാവ് പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്ന യഹൂദന്മാരുടെ രാജാവ് ഇവിടെയില്ല, ഈ കൊട്ടാരത്തിലില്ല. അവൻ എവിടെയാണ്? നിങ്ങൾ പോയി അന്വേഷിക്കുക. ഗൂഢമായ രാജാവിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? അവൻ എവിടെയാണെന്ന് നിങ്ങൾ പോയി അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് എന്നെ അറിയിച്ചാൽ എനിക്ക് അവനെ പോയി നമസ്കരിക്കണമെന്നാണ് പറയുന്നത്. കൊല്ലാനാണ്. അനേകർക്ക് ഈ രക്ഷകനെ കിട്ടിയാൽ കൊല്ലാനാണ് അന്വേഷിക്കുന്നത്. പലരും അറിയുന്നില്ല. എല്ലാവരും വിളിക്കുന്നുണ്ട് യേശു യേശു എന്ന്. വിളിക്കുമല്ലോ. വേശ്യയും വിളിക്കും. വേശ്യാവർത്തിക്ക് പോകാൻ നേരത്തും കുരിശുപള്ളി കൊണ്ടുപോയി 100 നോട്ടൊക്കെ ഇടും. ആരും കാണല്ലേ, പോലീസ് പിടിക്കല്ലേ, ജയിലിൽ പോകല്ലേ, 100 നോട്ടാണ് ഇട്ടേക്കുന്നത്. അവർക്ക് വല്ല മുടക്കം കിട്ടോ? പ്രാർത്ഥനകൾക്ക് വരെയും മോഷ്ടിക്കാൻ പോകുന്നവൻ അവനും കുരിശുപള്ളി ചെന്നിട്ട് 1000 100 നോട്ടോ 500 നോട്ടോ ഒക്കെ ഇടും. ആരും കാണല്ലേ, പോലീസ് പിടിക്കല്ലേ, ജയിലിൽ പോകല്ലേ. അവൻ്റെ പ്രാർത്ഥന ദൈവം കിടക്കുമോ? പ്രിയപ്പെട്ടവർ, ശാന്ത വായിച്ചിരിക്കും. അവനെന്തിനാണ് വിളിക്കുന്നത്? അവൻ്റെ കാര്യസാധ്യത്തിന്. ഇന്ന് അനേകർ യേശുവിനെ വിളിക്കുന്നുണ്ട്. എന്തിനാണ്? അവനെ കൊല്ലാൻ, ക്രൂശിക്കാൻ. ആ നക്ഷത്രം ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലേക്ക് കയറിപ്പോയ ശാസ്ത്രജ്ഞന്മാർ തിരികെ വരാൻ, വിദ്വാൻമാർ തിരികെ വരാൻ കാത്തു നിൽക്കുന്നു. അവർ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി. അവർ നോക്കിയപ്പോൾ അവരെ അതുവരെയും അനുഗമിച്ച എത്രയോ നാളുകളായി വരെ നടത്തിക്കൊണ്ട് പോകുന്ന നക്ഷത്രം കാത്തു നിൽക്കുന്നു. ആ നക്ഷത്രം കണ്ടു. അതാണ് നാം വായിച്ചത് 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ദൈവം വഴിയൊരുക്കുന്ന ദൈവം, ദൈവം തള്ളിക്കളയാത്ത ദൈവം, പാപിയെ സ്നേഹിക്കുന്ന ദൈവം, പാപത്തെ വെറുക്കുന്ന ദൈവം. സഹോദര, സഹോദരി, നിൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ ഇന്ന് അവൻ കാത്തു നിൽക്കുന്നു. നിൻ്റെ മടങ്ങുന്നതിന് വേണ്ടി അവർ കാത്തു നിൽക്കുന്നു. 11-ാം വാക്യത്തിൽ എന്താണ് നാം വായിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ടു, വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തുരിക്കവും മൂരും കാഴ്ചവെച്ചു. യെരുശലേമിലെ കൊട്ടാരത്തിൽ നിന്ന് വിദ്വാൻമാർ ഇറങ്ങി വന്നപ്പോൾ ആ നക്ഷത്രം പിന്നെയും ഇവരെ നയിക്കാൻ തുടങ്ങി. എവിടം വരെ? ശിശുവിരിക്കുന്ന സ്ഥലത്തിന് നേരെ മുകളിൽ വന്ന നക്ഷത്രം നിന്നു. അവരെ എത്തേണ്ടടുത്ത് എത്തിച്ചു. ആ വിദ്വാൻമാർ ആ കുഞ്ഞു കിടക്കുന്നതായ ചെറിയ വീട്ടിലെത്തി. അവരെ അമ്മയെ കണ്ടു, കുഞ്ഞിനെ കണ്ടു, യോസേപ്പ് പിതാവിനെ കണ്ടു. അവരെന്ത് ചെയ്തു? അവർ വീണ അവനെ നമസ്കരിച്ചു, യേശുവിനെ നമസ്കരിച്ചു, യേശു കുഞ്ഞിനെ നമസ്കരിച്ചു. മറക്കല്ലേ, ആരാധനയ്ക്ക് യോഗ്യൻ കർത്താവായ യേശു ക്രിസ്തു മാത്രം, രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തു മാത്രം. അവർക്ക് ആ ബോധ്യമുണ്ടായിരുന്നു. അവർ അവൻ്റെ കാലുകളെ നമസ്കരിച്ചു. അവനെന്ത് ചെയ്തു? അവർ വീണു, അവനെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്നു, പൊന്നും മൂരും കുന്തിരിക്കവും അവനെ കാഴ്ചവെച്ചു. സഹോദര, ഇപ്പോൾ നിൻ്റെ അരികിൽ വന്ന് നിൽക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നിനക്കെന്ത് തുറക്കാനുണ്ട്? അവർക്കൊരാൾക്ക് പൊന്നു കൊടുക്കാനുണ്ടായിരുന്നു, ഒരാളുടെ കയ്യിൽ മൂരുണ്ടായിരുന്നു, അത് സുഗന്ധം ഉണ്ടാക്കുന്നതാണ്.
വേറൊരാൾ കുന്തിരിക്കം കൊടുത്തു, അവരത് കാഴ്ചവെച്ചു. കുന്തിരിക്കം അത് പരിമളം പരത്തുന്നതാണ്. സ്തോത്രം. സഹോദര, നിനക്കെന്ത് കൊടുക്കാറുണ്ട്? നിൻ്റെ ഹൃദയം തുറക്കാമോ? ഇപ്പോൾ നിൻ്റെ കഴിഞ്ഞ കാലങ്ങൾ കർത്താവിനെ കാണിക്കാമോ? രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിനെ നിൻ്റെ അവസ്ഥയൊന്ന് കാണിച്ചു കൊടുക്കാമോ? നിനക്കൊന്ന് മനസ്സുണ്ടോ? നിൻ്റെ ഹൃദയത്തിന് വാൽ നിനക്കൊന്ന് തുറക്കാമോ? കർത്താവെ, കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയത് ദുർഗന്ധങ്ങൾ, അഴുക്കുകൾ, മ്ലേച്ഛതകൾ, തിന്മകൾ, അറക്കത്തക്കത്, വെറുക്കത്തക്കത്, നീ എന്നെ തള്ളിക്കളയുവാൻ തക്കതുപോലെയുള്ള മ്ലേച്ഛമായ ജീവിതം, അതെല്ലാമാണ് എനിക്ക് തരാനുള്ളത്. കൊടുക്കാമോ? കൊടുക്കാമോ പ്രിയപ്പെട്ടവർ? സ്തോത്രം. അവരെ കാഴ്ചവെച്ചു. കർത്താവായ യേശു ക്രിസ്തു ആരാണ്? മറക്കരുത്. അവൻ രാജാതി രാജാവാണ്, പ്രവാചക ശ്രേഷ്ഠനാണ്, അവൻ മഹാപുരോഹിതനാണ്. ഇതെല്ലാം തികഞ്ഞ ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, ഒരു കർത്താവായ യേശു ക്രിസ്തുവാണ്. നമുക്ക് വീണ്ടും വായിക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ, ഞാൻ ദാവീദിന് നീതിയുള്ള ഒരു മുളയായവനെ ഉത്ഭവിക്കുന്ന കാലം വരും. അവൻ രാജാവായി വാണ് ബുദ്ധിയോടെ പ്രവർത്തിച്ച് ദേശത്ത് നീതിയും ന്യായവും നടത്തും. യേശു ക്രിസ്തു ജനനത്തിന് 600 വർഷങ്ങൾക്ക് മുൻപ് യിരെമ്യാ പ്രവാചകൻ പറഞ്ഞു, ഞാൻ ദാവീദിന് നീതിയുള്ള ഒരു മുളയായവനെ ഉത്ഭവിപ്പിക്കുന്ന കാലം വരും. അവൻ രാജാവായി വാണ് ബുദ്ധിയോടെ പ്രവർത്തിച്ച് ദേശത്ത് നീതിയും ന്യായവും നടത്തും. അവൻ യഹൂദന്മാരുടെ രാജാവാണ്. നമുക്ക് വീണ്ടും വായിക്കാം. സെഖരിയാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് 500 വർഷങ്ങൾക്ക് മുമ്പ് സെഖരിയാ പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞു, സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്ക, യെരുശലേം പുത്രിയെ ആർപ്പിടുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺ കഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു. രാജാവ് എങ്ങനെയാണ് വരുന്നത്? ആ രാജാവ് കുതിരപ്പുറത്ത് വരുന്നവനല്ല. ആ രാജാവ് കഴുതക്കുട്ടിയുടെ മേലും പെൺകഴുതയുടെ മേലും അതിൻ്റെ കുട്ടിയായ ചെറു കഴുതയുടെ മേലും കയറി വരുന്നവൻ. അവൻ എങ്ങനെയുള്ളവനാണ്? ഇതാ നിൻ്റെ രാജാവ് നിൻ്റെ അടുക്കൽ വരുന്നു. അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനായി വരുന്നു. കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു. പ്രിയപ്പെട്ടവർ, നിൻ്റെ മേൽ വാഹനമേറുവാൻ കൊതിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. സഹോദര, നീ എത്ര മ്ലേച്ഛനാണെങ്കിലും, നീ എത്ര അശുദ്ധനാണെങ്കിലും, നിങ്ങൾക്കറിയാമല്ലോ കർത്താവിൻ്റെ പരസ്യശുശ്രൂഷ നാളിൽ യഹൂദന്മാർ ഒന്നുപോലെ വേർത്തിരുന്ന ഒരു മനുഷ്യനാണ് ചുങ്കക്കാൽ പ്രമാണിയായ സഖായിയെ. ആ സഖായി എല്ലാവരും വേർത്തിരുന്നു. അവൻ ഞെക്കിപ്പിഴിഞ്ഞ ചുങ്കം പിരിക്കുമായിരുന്നു. എന്നാൽ ആ സഖായിയെ ഒരാഗ്രഹവും, പലരും പറഞ്ഞ നസ്രായനായ യേശുവിനെക്കുറിച്ച് അവൻ കേട്ടു. അവൻ്റെ ഔദ്യോഗിക പദവിയിലെ കസേരയിലിരിക്കുമ്പോൾ യേശുവിനെക്കുറിച്ച് അവൻ കേട്ടു. അവൻ എന്തൊക്കെ ചെയ്തു എന്നറിഞ്ഞു. സഹോദര, ഈ യേശു സാക്ഷ്യങ്ങൾ കൊടുത്ത, അനുഭവങ്ങൾ കൊടുത്ത് നടത്തിയ സാക്ഷ്യങ്ങൾ നീ കേട്ടിട്ടില്ലേ? അനേകർ അനുഭവിക്കുന്നത് നീ കേട്ടിട്ടില്ലേ? അവൻ എങ്ങനെയുള്ളവരാണെന്ന് കാണുക ഒരാഗ്രഹം നിനക്ക് വന്നോ? സഖായിക്കുണ്ടായി. അവൻ്റെ അധികാരത്തിൻ്റെ മേശയവൻ പൂട്ടി, അവൻ്റെ മുറിയവൻ പൂട്ടി, അവൻ പുറത്തിറങ്ങി. അവൻ്റെ ആ വഴിയുടെ വാർക്കൽ കൂടെ പോകുന്ന യേശു വായിലെ വരുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് യേശുവിനെ കാണുവാൻ വേണ്ടി അവൻ ആ വഴിയിൽ ഇറങ്ങി നിന്നു. അത്രയും അവന് തോന്നി. ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, യേശു എങ്ങനെയുള്ളവരെന്ന് കാണണം. ഈ ജനം പറഞ്ഞു കിടക്കുന്ന യേശു എങ്ങനെയുള്ളവരെന്ന് കാണണം. അത്രയും ആഗ്രഹമുള്ളൂ. അവൻ സമൂഹത്തിൽ നിന്നപ്പോഴാണ് ഞാൻ പൊക്കത്തിൽ കുറിയവനാണെന്ന് അറിഞ്ഞത്. ഞാൻ ഇവരുടെ കൂടെ നിന്നാൽ എനിക്ക് യേശുവിനെ കാണാൻ ഒക്കില്ല എന്ന് തിരിച്ചറിഞ്ഞു. സ്തോത്രം. പ്രിയപ്പെട്ടവർ, നിങ്ങൾ കൂട്ടായ്മയിലേക്ക് വരണം. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേൾക്കുമ്പോഴാണ് കുറവുകൾ അറിയുന്നത്. അങ്ങനെ അവൻ പൊക്കത്തിൽ കുറയവനാണെന്ന് അറിഞ്ഞപ്പോൾ നനി അങ്ങനെയാണെങ്കിൽ സാരയില്ല, കാണണ്ട എന്നല്ല വിചാരിച്ചത്. അവൻ മുന്നോട്ടോടി. എന്തിന്? കാട്ടത്തിന്മേൽ കയറി. വഴിയരിയിലുള്ളതായ ഒരു കാട്ടത്തിന്മേൽ അവൻ കയറി. അവനറിയാം എന്നെ ആർക്കും ഇഷ്ടമല്ല, ഞാൻ ആർക്കും കാണാൻ കൊള്ളാവുന്നവനല്ല, യേശുവിന് പോലും കാണാൻ കൊള്ളാവുന്നവനല്ല, എന്നെ ആരും കാണണ്ട, പക്ഷെ എനിക്ക് യേശുവിനെ ഒന്ന് കാണണമല്ലോ. അവൻ ആ അത്തിമേൽ കയറി ആ ഇലച്ചിലിൻ്റെ ഇടയിൽ പോയിരുന്നു. വേറെ ആരും കാണാതിരിക്കാനാണ്. അവൻ യേശുവിനെ കാണുമെന്നുള്ളൊരാഗ്രഹം, അത്രയേ ഉള്ളൂ. പ്രിയപ്പെട്ടവർ, യേശു വന്നു. ശിഷ്യന്മാരുടെയും വലിയൊരു പുരുഷാരത്തിൻ്റെയും അകമ്പടിയോടെ നടന്നു വരുന്ന യേശു, അവൻ വൃത്തിയായി അവനെ കണ്ടു. സുന്ദരമായി യേശു നടന്നു വരുന്നത് സഖായി കണ്ടു. എന്നാൽ നടന്നു വന്ന യേശു സഖായി ഇരിക്കുന്നതായ അത്തിയുടെ കീഴിൽ വന്നപ്പോൾ അവിടെ നിന്നു. യേശു മേലോട്ട് നോക്കി.
സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. ആ ശബ്ദമാണ് സക്കായി കേൾക്കുന്നത്. സഹോദര, ഈ ശബ്ദമല്ലേ നീയും കേൾക്കുന്നത്? യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ മാത്രം ആഗ്രഹിച്ച നിന്നോടുകൂടെ വീട്ടിൽ പാർക്കാൻ കൊതിക്കുന്നവനായ ക്രിസ്തു. ആ സ്നേഹം നിങ്ങൾ തിരിച്ചറിയുമോ? അവനെ സ്നേഹിക്കാൻ നിനക്കൊന്ന് വിട്ടുകൊടുക്കാമോ? നിൻ്റെ ഹൃദയം നിനക്കൊന്ന് തുറക്കാമോ? സക്കായി എന്ത് ചെയ്തു? കർത്താവിൻ്റെ ഇംഗിതം അവനെ അറിയിച്ചു. സക്കായിയെ വേഗം ഇറങ്ങുവാൻ ഞാൻ നിൻ്റെ വീട്ടിൽ പറക്കേണ്ടതാകുന്നു. സക്കായി ബന്ധപ്പെട്ടിറങ്ങി. യോഗ്യത ഉണ്ടായിട്ടാണോ? ഈ കർത്താവിനെ വീട്ടിലേക്ക് കൊണ്ടുള്ള യോഗ്യത സക്കായിക്കുണ്ടോ? ഇല്ലല്ലോ പ്രിയപ്പെട്ടവർ. പക്ഷേ കർത്താവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അത്തിയിൽ നിന്നവൻ ബന്ധപ്പെട്ടിറങ്ങി നടക്കുകയാണ്. സക്കായി കർത്താവിനോട് ചേർന്ന് നടക്കുകയാണ്. എത്ര മിനിറ്റ് നടന്നു നമുക്കറിയാൻ പാടില്ല, വേദത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ തെരുവീതിയിലൂടെ കർത്താവ് സക്കായി നടന്നു, കർത്താവിനോട് ചേർന്ന് നടന്നു. ഏതാനും സമയം നടന്നു കഴിഞ്ഞ് അവൻ്റെ വീട്ടിലേക്ക് തിരിയുന്ന ജംഗ്ഷനിൽ വന്നപ്പോൾ അത്രയും നേരം കർത്താവിനോട് കൂടെ നടന്നത് കൊണ്ട് അവൻ തിരിഞ്ഞ കർത്താവിനോടൊരു വാക്ക് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാല് ജന്തുതർക്ക് കൊടുക്കുന്നു. ഞാൻ അന്യായമായി വാങ്ങിയ 4 മടങ്ങായി മടക്കി കൊടുക്കുന്നു. സ്വർഗത്തിൻ്റെ തീരുമാനം. സ്തോത്രം. കർത്താവിനോട് ചേർന്ന് നടന്നാൽ സ്വർഗീയമായ തീരുമാനങ്ങൾ നിനക്ക് വരും. ഇത് പരിശുദ്ധാത്മാവ് നിനക്ക് തരുന്നതാണ്. സഹോദര, നീ കൂട്ടായ്മയിലേക്ക് വരുമോ? ദൈവശബ്ദം നീ ഒന്ന് കേൾക്കുമോ? ഒന്ന് താണിരിക്കുമോ? നിൻ്റെ ഹൃദയം നീ തുറന്നു വെച്ചാൽ മതി. വചനം നിന്നെ ശുദ്ധീകരിച്ചുകൊള്ളും. വചനം നിൻ്റെ പാപങ്ങളെ നിനക്ക് വെളിപ്പെടുത്തി തന്നുകൊള്ളും. സംശയിക്കണ്ട. ആ വചനം നിന്നെ ജീവിപ്പിക്കും. പുതിയ തീരുമാനങ്ങൾ നിന്നെ കൊണ്ട് എടുപ്പിക്കും. കർത്താവ് അത്രയും അവൻ പറഞ്ഞ തീരുമാനങ്ങൾ കേട്ടു. ഒന്നും നടപ്പാക്കിയില്ല. ഞാൻ വസ്തുവകയിൽ പാല് ദരിദ്രർക്ക് കൊടുക്കുന്നു, അന്യായമായി വാങ്ങിയ 4 മടങ്ങായി മടക്കി കൊടുക്കും തീരുമാനമേ പറഞ്ഞുള്ളൂ. കർത്താവിനെ നോക്കിയിട്ട് പറഞ്ഞു, ഇവൻ അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ. സഹോദര, എൻ്റെ കലഹവും രോഗവും പ്രശ്നങ്ങളും കലക്കവുമായിരിക്കുന്നതിൻ്റെ ഭവനം രക്ഷിക്കപ്പെടാൻ ഒറ്റയ്ക്കൊരു മാർഗമേ ഉള്ളൂ. നിനക്ക് അബ്രഹാമിൻ്റെ മകനാകാമോ? നിനക്കൊരു വിശ്വാസിയാകാമോ? ഇപ്പോൾ നിനക്കൊരു വിശ്വാസിയാകാമോ? നിൻ്റെ ഹൃദയത്തിൻ്റെ വാരക്കിൽ നിന്ന് മുട്ടുന്ന കർത്താവായ യേശു ക്രിസ്തു എൻ്റെ രക്ഷകനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ പാപത്തോട് യാത്ര പറഞ്ഞുകൊണ്ട് അവൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാമോ? നിൻ്റെ ഹൃദയത്തിലെ എല്ലാ ദുർബോധങ്ങളെയും കർത്താവായ യേശു ഇറക്കി വിട്ടോളും. അവൻ അധികാരമുള്ള ദൈവപുത്രനാണ്. സൃഷ്ടാവായ ദൈവമാണ്. സൃഷ്ടിയുടെ മേൽ അധികാരമുള്ളവനാണ്. നിൻ്റെ ഹൃദയത്തിൽ നിന്ന് കടന്നുകൂടി നിന്നെ തകർത്തുകൊണ്ടിരിക്കുന്ന, നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സകല സാത്താന ശക്തികളെയും വത്സിച്ചകറ്റാൻ അവനക്ക് അധികാരമുണ്ട്. അവൻ ആ ഹൃദയത്തിൽ വസിക്കും. മാത്രമല്ല, അവനത് അടിച്ചു വാരി അലങ്കരിച്ച് മനോഹരമാക്കും. എല്ലാം കർത്താവ് ചെയ്തുകൊള്ളും. നീ ഒന്നും അറിയണ്ട. അവൻ എത്രയോ നല്ലവൻ. പ്രിയപ്പെട്ടവർ, അവൻ വേലക്കാരനെ പോലെ നിൽക്കും. അവനൊരു ദാസനെ പോലെ നിൽക്കും. അവനൊരു സ്നേഹിതനെ പോലെ നിൽക്കും. അവൻ രക്ഷകനായി നിൽക്കും. അവൻ രക്ഷകർത്താവായി നിൽക്കും. അവൻ നിനക്ക് വേണ്ടതെല്ലാം ചെയ്തു തരും. അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. സക്കായിയുടെ ഭവനത്തിലേക്ക് യേശു കടന്നു. യേശു പറഞ്ഞു, എൻ്റെ ഈ ഭവനം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. സഹോദര, നാഴികക്കല്ല ഇനി നിൽക്കണം. നിൽക്കാമോ? ഒരു പമ്പരം കറങ്ങുന്നു. മനോഹരമായൊരു പമ്പരം, നല്ല പമ്പരം കറങ്ങുന്നു. അത് മനോഹരമായി കറങ്ങുന്നത് എന്തുകൊണ്ടാണ്? അതിനൊരു ആണിയുണ്ട്. അതെത്ര ഷാർപ്പാണോ അത്രയും നേരം നിന്ന് കറങ്ങും. സഹോദര, കുടുംബത്തെ നയിക്കുന്ന നായകനാണ് നീ. എൻ്റെ കുടുംബം രക്ഷിക്കപ്പെടണമോ? നീ വിശ്വാസിയാണ്. കർത്താവിൻ്റെ അടുക്കൊരു വാക്ക് പറയാമോ? കർത്താവെ, ഞാനിതാ വരുന്നു. അത് കേൾക്കുന്ന കർത്താവിന് ഇഷ്ടമാണ്. അത് തന്നെയാണ് കർത്താവ് യേശു പറഞ്ഞത്. ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാനിതാ വരുന്നു. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് പിതാവിൻ്റെ ഇഷ്ടം നിർവഹിക്കാനാണ്. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. സഹോദര, എന്നെയും നിന്നെയും ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട് അവനെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. ആ ഓർമ്മയാണ് ക്രിസ്മസ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലാണ് ജനിക്കേണ്ടത്. ഹൃദയത്തിൽ ജനിക്കാൻ എന്താണ് യോഗ്യത? കുടുംബ മഹിമയല്ല, നിൻ്റെ പണമല്ല, പ്രൗഢിയല്ല, പ്രതാപമല്ല, ഡിഗ്രിയല്ല, ഉദ്യോഗമല്ല, ശമ്പളമല്ല, സ്ഥാനമാനങ്ങളല്ല. എന്താണ് യോഗ്യത? ഒറ്റയ്ക്കൊരു യോഗ്യത. എന്താണത്? പാപത്തോട് യാത്ര പറയുന്നു.
ഞാൻ പാപത്തെ ഓർത്ത് ഉപേക്ഷിക്കുന്നു. ഇന്നു മുതൽ മനസ്സറിഞ്ഞൊരു പാപത്തിലേക്ക് ഞാൻ പോവുകയില്ല. ഒറ്റ തീരുമാനം. പറയാമോ പ്രിയപ്പെട്ടവരെ? നിൻ്റെ അരികിൽ കർത്താവ് നിൽക്കുന്നുണ്ട്. അവൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാമോ? അതാണ് കർത്താവ് ചെയ്തത്. പിതാവേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാനിത് വരുന്നു. അത് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിലേക്ക് കർത്താവായ യേശു വന്നു. അതാണ് ക്രിസ്തുമസ്. സഹോദര, ആ ക്രിസ്മസ് നിനക്ക് സന്തോഷിക്കണമെങ്കിൽ, ആ ക്രിസ്മസ് നിനക്ക് ആഘോഷിക്കണമെങ്കിൽ, അത് മനോഹരമായി തീരണമെങ്കിൽ ഇപ്പോൾ നീയും പറയണം, പിതാവേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാനിത് എന്നെ തന്നെ തരുന്നു. എന്താണ് ഇഷ്ടം? എന്താണ് ഇഷ്ടം? ദൈവം അയച്ചവനെ വിശ്വസിക്കുന്നതാണ് അവനിഷ്ടം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷിതാവായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന് ആര് വിശ്വസിക്കുന്നു, അതാണ് ദൈവത്തിന് ഇഷ്ടം. വിശ്വസിക്കാമോ? ഹൃദയം തുറക്കാമോ? എൻ്റെ ഹൃദയം അത് പുൽക്കൂടായിക്കോട്ടെ, അത് കല്ലടാവായിക്കോട്ടെ, കർത്താവ് ജനിക്കും. അവനെല്ലാം അടിച്ചു മാറി അലങ്കരിച്ചു കൊള്ളും. അവനെ മനോഹരമായി വഴി നടത്തിക്കൊള്ളും. സംശയിക്കണ്ട. അവനെത്ര നല്ലവൻ, അവനെത്ര സ്നേഹവാനായ കർത്താവ്. ദൈവത്തിലെ നീ പുൽക്കൂട് ഉണ്ടാക്കണ്ട, നീ സ്റ്റാർ കെട്ടി തൂക്കണ്ട, നീ വേറെ ക്രിസ്മസ് ട്രീ ഒന്നും ഉണ്ടാക്കണ്ട, പണം മുടക്കണ്ട. ഒറ്റ കാര്യം, എൻ്റെ പാപത്തിന് പരിഹാരമായി കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് വിശ്വസിച്ചുകൊണ്ട്, പാപത്തോട് എന്നേക്കുമായി യാത്ര പറഞ്ഞുകൊണ്ട്, ഹൃദയവുമായി അവൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. മനസ്സാണോ? ഹൃദയത്തിൻ്റെ വാരക്കലിൽ തന്നെ മുട്ടുന്നു. ഞാൻ വാരക്കലിൽ മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വായിൽ തുറന്നാൽ, സഹോദര സഹോദരി, ക്രിസ്തുമസ് ആഘോഷിക്കുവാൻ വേണ്ടി ഹൃദയത്തെ ഒരുക്കുന്ന ദൈവത്തിലെ നിനക്ക് ഞാൻ ഒന്നേ ഉള്ളൂ. എൻ്റെ ഹൃദയത്തിൻ്റെ വാരക്കൽ മുട്ടുന്ന രക്ഷകനായ ക്രിസ്തുവിന് വേണ്ടി ഹൃദയത്തെ തുറക്കുക. പാപത്തോട് യാത്ര പറഞ്ഞുകൊണ്ട് യേശുവിനായ ഹൃദയത്തെ തുറക്കുക. അവൻ്റെ ഹൃദയത്തിലേക്ക് വരട്ടെ. അവൻ കർത്താവ് രക്ഷിതാവുമായ ഹൃദയത്തിലേക്ക് വരട്ടെ. അവൻ്റെ ഉടയവനായി രക്ഷകനായി വീണ്ടെടുപ്പുകാരനായി ലൈവലത്തേക്ക് വരട്ടെ. അവൻ തന്നെ മനോഹരമായി വഴി നടത്തിക്കൊള്ളും. നിനക്ക് ജയജീവിതം തരും. അവൻ്റെ തിരുരക്തത്താൽ നിന്നെ കഴുകും. പ്രിയപ്പെട്ടവർ, അവൻ നിൻ്റെ സഖിയായി മാറും. സ്തോത്രങ്ങൾക്കറിയാമോ? അവനെ ധ്യാനിച്ച്, അവനെ സ്നേഹിച്ച്, അവൻ്റെ ഹൃദയം പകർന്ന് നീ കിടന്നുറങ്ങുന്നതിന് മുൻപ് നിൻ്റെ ജീവിതത്തിലെ ഭാരങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാ ദിവസങ്ങളിലേക്ക് ഏൽപ്പിച്ച് കൊടുത്തിട്ട് അവൻ്റെ തൃപ്പാറം ചുംബിച്ചുകൊണ്ട് ഭാരമില്ലാത്തവനായി നീ കിടന്നുറങ്ങുമെങ്കിൽ ഒരു നിർമ്മലമായ സത്യം കൂടെ എനിക്ക് പറഞ്ഞുതരാം. നീ ഒറ്റയ്ക്ക് കിടക്കേണ്ടി വരില്ല. നിൻ്റെ അടുക്കൽ കർത്താവായ യേശു ക്രിസ്തു കാണും. അവൻ്റെ ഇടം കൈ നിനക്ക് തലയണയായി വെച്ച് തരും. നിങ്ങളുടെ അനുഭവിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവർ? അവൻ്റെ ഇടം കൈ അവൻ തലയണയായി വെച്ച് തരും. ആ കൈമേ നിനക്ക് തല വയ്ക്കാം. അവൻ്റെ വലം കൈ കൊണ്ട് നിന്നെ ആശ്വസിപ്പിക്കും. നിൻ്റെ വേദനയുള്ള ഭാഗത്തവൻ തലോടും. നിനക്കവൻ ആശ്വാസം തരും. നിനക്ക് വേണ്ടതെല്ലാം അവൻ തരും. അവൻ തൻ്റെ പ്രിയന് ഉറക്കത്തിൽ കൊടുക്കും. മനോഹരമായി ഉറക്കം കൊടുക്കും. നിനക്ക് വേണ്ടതെല്ലാം അവൻ ഉറക്കത്തിൽ തരും. ശാന്തമായി നിനക്ക് അവിടെ ഉറങ്ങാം. കൃത്യസമയത്ത് നിനക്ക് ഉണരാം. ഒരു സത്യം കൂടി എന്നോട് പറയട്ടെ, നീ ഉണരുമ്പോൾ നിനക്ക് വേണ്ടി ചൊരിയപ്പെട്ടതായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം നീ കാണും. ആ തിരുരക്തമാണ് നിൻ്റെ വില. യേശുവിൻ്റെ പുണ്യാഹ രക്തമാണ് നിൻ്റെ വില. സ്വർഗം നിനക്ക് തന്നിരിക്കുന്ന വില. നിന്നെ ആരും മാനിച്ചില്ലേ? സാരമില്ല മകനെ. സ്തോത്രം. എന്തിനാ മനുഷ്യൻ്റെ മാനം? ദൈവത്തിനെ മാനിച്ചാൽ പോരെ? ദൈവത്തിനെ സ്നേഹിച്ചാൽ പോരെ? ദൈവം നിനക്ക് വേണ്ടി കരുതിയാൽ പോരെ? ദൈവം നിനക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നല്ലോ മകനെ. നിങ്ങൾ പാഴുവാക്കാൻ എടുക്കല്ലേ. ഇത് സ്വർഗത്തിൻ്റെ സ്വരമാണ്. സ്വർഗത്തിൽ ദൈവം തന്നെ അറിയിക്കുന്നതായ സ്വർഗീയ ദൂതാണ്. അതാണ് ക്രിസ്മസിൻ്റെ സന്ദേശം. നിനക്ക് വേണ്ടി ദൈവം എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നു. നിനക്കൊരു സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നു. ആ സ്വർഗത്തിലെത്തിക്കാൻ പിതാവാരെയും തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു. ജീവിത സഖിയായി, അവനോട് ചേർന്ന് ജീവിക്കാനായി, അവൻ്റെ തൃപ്പാറ് ഇടയ്ക്കിടയ്ക്ക് ചുംബിക്കാനായി. മകനെ, വഴിയിൽ പെട്ടുപോകാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. ഇനി വേറൊന്നും ചെയ്യണ്ട. ആ പുത്രനെ ചുംബിച്ചുകൊണ്ട്, ആ പുത്രൻ്റെ മുറിവുകളെ ധ്യാനിച്ചുകൊണ്ട്, അവൻ്റെ തിരുരക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ആ തിരുരക്തത്തിൻ്റെ വിലയാണ് ഞാനെന്ന് അറിഞ്ഞുകൊണ്ട്, ഞാൻ സ്വർഗത്തിലെ ദൈവത്തിന് വിലപ്പെട്ടവനാണെന്ന് അറിഞ്ഞുകൊണ്ട്, കർത്താവായ യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് നമുക്കിപ്പോൾ അവനോടൊരു വാക്ക് പറയാം. നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്നേഹമുള്ള പിതാവേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഉദയനക്ഷത്രമായി ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വാരക്കൽ മുട്ടി വിളിച്ചുകൊണ്ട് നിൽക്കുന്ന നല്ലവനായ യേശുവേ, രക്ഷകനായ ക്രിസ്തുവേ, നീ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. നിനക്ക് വേണ്ടി തുറക്കപ്പെട്ട ഹൃദയങ്ങളിലേക്ക് നീ എഴുന്നള്ളി വന്ന് ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ നീ ഹൃദയത്തിൽ വസിക്കണമേ. ഞങ്ങളെ ആളാം പ്രതി അനുഗ്രഹിക്കണമേ. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകുകയും ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ.
അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ പകരണമേ. കർത്താവേ, ഈ തലമുറയിൽ സൗരഭ്യമായി ക്രിസ്തുവിന് ആശ്വാസമായി ഈ തലമുറ ജീവിപ്പാൻ, രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുവാനും അനേകരെ ഒരുക്കുവാനും ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. ക്രിസ്മസ് ആഘോഷിക്കാൻ ഭാഗ്യം തരണമേ. മാനവ മുഖത്തോട് എടുക്കണമേ. രണ്ടാമത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ.